ബോട്ടിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ബോട്ടിലുണ്ട് ഒരു എഗ് ബീറ്റർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ഒരു പ്രൊജക്റ്റ് സ്കൂളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനീഷ്യലി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനൊരു വീട്ടിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പുകളിൽ കടയിലൊക്കെ പോയി ചോദിച്ചാൽ കിട്ടും, മിഠായിയൊക്കെ ഇട്ട് വെക്കുന്ന കാലിയായൊരു ബോട്ടിൽ. ഇങ്ങനൊരു ബോട്ടിൽ വേണം. പിന്നെ വേണ്ടത് നമ്മുടെ ടോയ്സിൽ നിന്നൊക്കെ എടുക്കുന്ന ടോയ്സ്, പഴയ റേഡിയോ, ടേപ്പ്, അതിൻ്റെ ഉള്ളിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു മോട്ടർ, ചെറിയ മോട്ടർ. ഇനി അതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഒരു 30 രൂപ 40 രൂപ മുടക്കി കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. അതിന് കിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടുതരാം, ചോദിച്ചു കഴിഞ്ഞാൽ. ഇങ്ങനൊരു മോട്ടർ, പിന്നെ ഇങ്ങനത്തെ പെട്ടിന്ന് ഐറ്റംസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതിലല്ലാത്ത രീതിയിലുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു സിസേഴ്സ് വേണം, ബ്ലേഡ് പോലത്തെ ബ്ലേഡ് വേണ്ടി വരില്ല, മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് അറിയാത്ത ചെറിയ കുട്ടികൾ ഇത് ചെയ്യുവാണെങ്കിൽ പാരൻസിൻ്റെ ഗൈഡൻസിൽ വേണം ചെയ്യാൻ. അത് അപ്പോൾ നല്ല രീതിയിൽ ഹീറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതിന് കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സോൾഡറിങ് അതിനൊക്കെ നല്ല ഹീറ്റാണ്. അപ്പോൾ പാരൻസ് നല്ല രീതിയിൽ പാരൻസിൻ്റെ മുന്നിൽ നിന്ന് ഗൈഡൻസിൽ മാത്രമേ ഇത് അറ്റംപ്റ്റ് ചെയ്യാവൂ. ഒറ്റയ്ക്കൊന്നും ചെയ്യരുത് വീഡിയോസ് കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇതിൽ ഒരു ഹോൾസ് എടുക്കണം. നമ്മൾ റൗണ്ടായിട്ടുള്ളൊരു ഹോൾസ് എടുക്കണം. അതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ അളവ് വെച്ചിട്ട് ഈ മോട്ടറിൻ്റെ അതേ സൈസിലുള്ളൊരു റൗണ്ട് അവിടെ വട്ടത്തിൽ വരച്ചെടുക്കണം. അത് നമുക്കെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. ഇതിൻ്റെ ബോട്ടിൽ തുറന്നതിന് ശേഷം നമ്മളതിൻ്റെ മുകളിൽ വെച്ച് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അത് അതിൻ്റെ ഉള്ളിലേക്ക് വീഴാത്ത രീതിയിൽ വേണം, മോട്ടർ അതിൽ വീണ് പോകാത്ത രീതിയിൽ സീലിംഗ് ആയിട്ട് നമുക്ക് സീലിംഗ് ചെയ്തെടുക്കാം. അതിന് അത് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇത് നമ്മളിപ്പോൾ ആദ്യം അതിൻ്റെ അളവെടുക്കുക. ആ റൗണ്ടിൻ്റെ അളവെടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു പെൻസിൽ കൊണ്ട് അതിൻ്റെ ചുറ്റും, പെൻസിലോ അല്ലെങ്കിൽ സ്കെച്ചോ അല്ലെങ്കിൽ മാർക്കർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മളിങ്ങനെ റൗണ്ട് എടുക്കുക. അതിൻ്റെ ചുറ്റിലേക്ക് മോട്ടർ വെച്ചിട്ട് മുടിന് മുകളിൽ നമ്മൾ റൗണ്ട് വട്ടത്തിൽ വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അളവ് കറക്റ്റ് കിട്ടും. അപ്പോൾ അളവിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കിയതിന് ശേഷം ഈ അളവിൽ നല്ല ഇൻസൈഡിലായിട്ട് നമ്മൾ ഹോൾസ് എടുക്കണം ഈ സോൾഡറിങ് ആയി കൊണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പി ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കട്ടർ യൂസ് ചെയ്തിട്ടോ നമുക്ക് ചെയ്യാം. പക്ഷേ നല്ല രീതിയിൽ വേണമെങ്കിൽ ഒരു ഹോൾസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടും. നമുക്ക് ആ ബ്ലേഡ് അതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഇൻസൈഡിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ആ മോട്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിലേക്ക് വീണു പോകും. ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സോൾഡറിങ് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഇൻസൈഡ് ഭാഗത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് അടുത്തടുത്തായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക. അതായത് ഇൻസൈഡിൽ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറമേ നിന്ന് ചെയ്യുമ്പം ആ ഇത് ഇൻസൈഡിലേക്ക് വീണ് പോകും ആ മോട്ടർ. അപ്പോൾ അതിൻ്റെ അടുപ്പിച്ച് ആ നമ്മൾ വരച്ച റൗണ്ടിൻ്റെ ഇൻസൈഡിലേക്ക് ഈ സോൾഡറിങ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് ശേഷം ഈ ഹോൾസ് നമ്മൾ ആ ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തി കൊണ്ടെങ്ങാനും ഈ ഹോൾസ് ഒന്നാക്കും. അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കത് കട്ട് ചെയ്തങ്ങനെ എടുക്കാൻ പറ്റും. അതാണ് ഇപ്പം ഇതിൽ ചെയ്ത പോലെ ആ ഹോൾസ് എല്ലാം കൂടെ ഒന്നാക്കി കട്ടർ കൊണ്ട് മുറിച്ചിട്ട് ഹോൾസ് ഒന്നാക്കുമ്പോഴേക്കും നമുക്കതിങ്ങനെ ആ ഒരു പീസ് നമുക്കിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ കറക്റ്റ് അതിലേക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു ഹോൾസ് നമുക്കതിൽ കിട്ടും ഇതുപോലെ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ പീസ് എക്സ്ട്രാ പീസ് എടുത്ത് മാറ്റുക. കണ്ടില്ല, ഇപ്പോൾ ഒരു ഹോൾസ് അതിനുള്ളിൽ കിട്ടി. പിന്നെ നമ്മൾ ആ മിനി മോട്ടർ എടുക്കുക, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നോക്കുക. അപ്പോൾ ഏകദേശം നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ വീണ് പോകാത്ത രീതിയിൽ ടൈറ്റായിട്ടിരിക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ അത് അതിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ തുറക്കുമ്പോൾ കണ്ട ഇൻസൈഡിൽ ചെറിയ ഹോൾസ് ഉണ്ടാവും. പക്ഷേ അത് നമ്മളിനി ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിൻ്റെ ഇൻസൈഡ് മുഴുവൻ നമ്മൾ സീൽ ചെയ്യും. അങ്ങനെ തന്നെ വെച്ച് സീൽ ചെയ്യുമ്പം വെള്ളം പുറത്തേക്ക് കിടക്കാത്ത രീതി നമുക്ക് സീൽ ചെയ്യാം. അതിന് നമ്മൾ ഗ്ലൂ ഗണ്ണ് കൊണ്ടാണ് ചെയ്യുക. ഇനി അഥവാ ഗ്ലൂ ഗണ്ണില്ലെങ്കിൽ അരാൾഡായിട്ട് പശ വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഗ്ലൂ ഗണ്ണ് നമുക്ക് സിമ്പിളായിട്ട് ഒരു 150 രൂപ റേഞ്ചിലുള്ള ഒരു ഗ്ലൂ ഗണ്ണ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ആവും. എന്നുവെച്ചാൽ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് യൂസ് ആവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ആ ഗ്ലൂ ഗണ്ണ് കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് ഒട്ടിച്ചെടുക്കാനും പറ്റും. അത് ഇനിയിപ്പം നമ്മളത് എങ്ങനെയാണ് അതിൻ്റെ ആ ഗ്ലൂ ഗണ്ണിൽ വെച്ച് കാണിക്കാം. ഞാൻ എങ്ങനെയാണ്, ഇതാണ് ഗ്ലൂ ഗണ്ണ്. ഇത് ഗ്ലൂ ഗണ്ണ് വെച്ച് ഞാൻ സൈഡിൽ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ റൗണ്ടിൽ എല്ലായിടത്തും ഇൻസൈഡിലും
ഔട്ട് സൈഡിലുമായിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് കംപ്ലീറ്റ്ലി സീൽ ചെയ്യുക. അപ്പോൾ തീരെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് ഒരിക്കലും കിടക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ ഈ കേസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ആ മെറ്റൽ സ്ട്രിപ്പ് എടുക്കുക. മെറ്റൽ സ്ട്രിപ്പ് എടുത്തതിന് ശേഷം, മെറ്റൽ സ്ട്രിപ്പ് നമ്മൾ ടങ് ക്ലീനറാണ് ഞാൻ മേടിച്ചത്, പുതിയൊരു ടങ് ക്ലീനർ മേടിച്ചിട്ടാണ്. പിന്നെ ഒരു സ്കെച്ച് പെൻ്റെ ക്യാപ്പാണ് വേണ്ടത്. ആ സ്കെച്ച് പെൻ്റെ ക്യാപ്പിൻ്റെ അല്ലെങ്കിൽ പെൻ്റെ ക്യാപ്പ് അതിൻ്റെ നീണ്ട ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ബാക്കിൽ നമുക്ക് ചെറിയൊരു ഹോൾസ് ഉണ്ടാവും. അതുകൊണ്ട് സ്കെച്ച് പെൻ ക്യാപ്പ് ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വേറെ ഹോൾസ് ഒന്നും ഇടണ്ട. ഇനി ഹോൾസ് ഇല്ലെങ്കിൽ നമ്മളൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇൻസൈഡിലേക്ക് നമ്മൾ ഈ ടങ് ക്ലീനറിൻ്റെ മെറ്റൽ സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്യുക. ഇത് എന്ത് മെറ്റൽ സ്ട്രിപ്പായാൽ മതി, ടങ് ക്ലീനർ തന്നെ വേണമെന്നില്ല. ഞാൻ സിമ്പിളായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നൊരു സാധനം ഇതാണ് എന്നുള്ളതുകൊണ്ട് മേടിച്ചാണ്. 5 രൂപ വരുന്നൊരു ഇതാണ് കിട്ടുക. ബാക്കിയാകുമ്പോൾ നമ്മൾ മെറ്റൽ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അതായത് വേറെ ഏതെങ്കിലും കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട്. എന്നിട്ട് നമ്മളത് ഇതിലേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ജസ്റ്റ് അതിൽ കറക്റ്റായി ഓൾമോസ്റ്റ് കറക്റ്റായിരിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെ ഗമ്മോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണോ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് ചെറുങ്ങനെ ഗമ്മിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ സ്ട്രിപ്പായിട്ട് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം ഫിക്സായാൽ നോക്കുക. അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ആയില്ലെങ്കിൽ നമ്മൾ അതിന് ഇൻസൈഡിലേക്ക് ആ ഇന്നർ ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് ഇതിട്ട് കൊടുക്കുക. ഗ്ലൂ ഗണ്ണ് ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഫിക്സ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മളത് ഇതിനകത്തേക്ക് ഇട്ട് നോക്കണം. ഇനി ഇത് ഇട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഫിക്സായിട്ട് നിൽക്കുന്നുണ്ടോ വീണ് പോകുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റായെന്ന് പറഞ്ഞാൽ നമുക്കിത് അതിനകത്തേക്ക് വയ്ക്കാം. ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നുണ്ടാകും, പ്രശ്നമൊന്നുമില്ല. അത് ആ ഗമ്മിട്ട് കഴിയുമ്പോൾ ഗം ഉണങ്ങിയതിന് ശേഷം അത് നല്ല രീതിയിൽ ഫിക്സ് ആയിട്ടുണ്ടാവും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളിനി ഇത് വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇതിൽ ഇപ്പം ഈ സംഭവം ഇല്ലെങ്കിൽ നമുക്കൊരു 2 രൂപയുടെ പേന കിട്ടും. അത് കട്ട് ചെയ്യുക. അത് കുറച്ച് നമ്മൾ സെൻറ്റർ പോർഷനിൽ വെച്ച് കട്ട് ചെയ്യണം. ഇപ്പം ഞാനിപ്പം ഇത് കട്ട് ചെയ്യുന്നില്ല, ഇപ്പം ജസ്റ്റ് കാണിക്കാമെന്നുള്ള രീതിയിൽ അതിൻ്റെ പുറത്തുകൂടെ വെച്ചിട്ട് കാണിക്കാം. ഇങ്ങനെ നമ്മൾ ചേർത്ത് പിടിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ഇൻസുലേഷൻ ടേപ്പ് വട്ടത്തിലടിച്ച് കൊടുക്കുക. മനസ്സിലായി? ഇപ്പം കണ്ടില്ലേ ഈ ഒരു പൊസിഷനിൽ. ഇത് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഫിക്സ് ചെയ്യുക. ഇപ്പം ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഗ്ലൂ ഗണ്ണ് ഇച്ചിരി ഗ്ലൂ ഇട്ടിട്ട് അത് ഇച്ചിരി ഭാഗം അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇൻസൈഡിലിരിക്കും, തള്ളി പോരത്തില്ല പുറത്തേക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഈ സംഭവങ്ങൾ എല്ലാം ഓക്കെയാണ്. ഇനി അതിൻ്റെ ബോട്ടിലേക്ക് നമ്മൾ വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് റൗണ്ട് ചെയ്ത് വട്ടം കറക്കി വെച്ച് കഴിഞ്ഞാൽ സെറ്റായി. ഇനി അതിന് ശേഷം നമ്മളിതെടുത്തതിന് ശേഷം ഇനി ഒരു ചാർജറാണ് നമുക്ക് വേണ്ടത്. ഒരു പഴയൊരു മൊബൈൽ ചാർജർ അല്ലെങ്കിൽ ബാറ്ററി. ഇപ്പോൾ ബാറ്ററി ആകുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകും, പിന്നെ പവർ അത്ര ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പഴയ മൊബൈൽ ചാർജർ എടുക്കാം. ആ ചാർജർ എടുത്തിട്ടാണ് ബാക്കി നമ്മൾ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. ഇതിനൊരു സ്വിച്ചും കൂടെ നമുക്ക് വയ്ക്കാം, അത് ഞാൻ കാണിക്കാം എങ്ങനെ വയ്ക്കുന്നതെന്ന്. ഇനി ആ മൊബൈൽ ചാർജർ നമ്മളെടുത്ത് ഇതുപോലൊരു ചാർജർ, ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വേസ്റ്റായിട്ട് കിടപ്പുണ്ടാവും പഴയ മൊബൈലിൻ്റെ ചാർജർ, 4 വോൾട്ട് ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഒരു 3 വോൾട്ട് 4 വോൾട്ടിൻ്റെ മോട്ടറായിരിക്കും. എത്രയാണ് അതിന് വോൾട്ടേജും വേണ്ടതെന്നനുസരിച്ച് ഉള്ളൊരു അഡാപ്റ്റർ. ആ അഡാപ്റ്ററിനനുസരിച്ചുള്ള മൊബൈൽ ഒരു 5 വോൾട്ടിൻ്റെ മൊബൈൽ ചാർജറായിരിക്കും പഴയതുണ്ടാവുക. അപ്പോൾ ആ ചാർജറിന് അനുസരിച്ചുള്ള വോൾട്ടുള്ളൊരു മോട്ടർ നമ്മൾ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ ടോയ് ആണെങ്കിൽ കുഴപ്പമില്ല, ഏകദേശം 5 വോൾട്ടിൻ്റെ ടോയ് കാറിലൊക്കെ വരുന്നതാണ്. 3.5-4 വോൾട്ടിൻ്റെ ഇതാണ് വരിക. അത് നമ്മളിങ്ങനെ ഇതേപോലെ കണക്ഷൻ കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. DC ആയതുകൊണ്ട് ഷോക്ക് അടിക്കുന്ന പ്രശ്നങ്ങളൊന്നും അതിൽ വരില്ല. അപ്പോൾ നമുക്കിങ്ങനെ തന്നെ എടുത്ത് അതിന് കണക്ഷൻ കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഇൻസൈഡിൽ നമുക്കത് നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മെറ്റൽ സ്ട്രിപ്പ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ട് നോക്കിയതാണ്, എങ്ങനെ ഉണ്ടെന്ന് നോക്കുന്നതാണ്, വർക്കിംഗ് അല്ലേ എന്ന് നോക്കാൻ വേണ്ടി ചെയ്തതാണ്. വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു ഉള്ളിൽ. ഓക്കെ, നന്നായിട്ട് കറങ്ങുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് ശേഷം നമുക്കത് വേണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാം. അങ്ങനെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഒരു സ്വിച്ച് വയ്ക്കാം. ആ സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. സ്വിച്ച് എങ്ങനെയാണ് അതിനകത്ത് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് കാണിക്കാം. അതായത് ഏതെങ്കിലും ഒരു എൻഡ് മാറ്റിയതിന് ശേഷം ആ എൻഡിലേക്ക് സ്വിച്ചിൻ്റെ 2 എൻഡ് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ പിടിച്ച ആ എൻഡിലേക്ക്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഈ കാണിക്കുന്ന ഭാഗമില്ലേ, അത് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് കട്ടത്തിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കാർഡ്ബോർഡ് നമ്മളൊരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ
ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂ ഗൺ നമുക്ക് എല്ലാത്തിലും ഹെൽപ്ഫുള്ളാണ്. ഒരു ഗ്ലൂ ഗണ്ണ് മേടിച്ചാൽ ഗ്ലൂ ഗണ്ണും ഗ്ലൂ സ്റ്റിക്കും മേടിക്കാം. ഗ്ലൂ സ്റ്റിക്ക് എന്ന് പറഞ്ഞതിന് 10 രൂപയാണ് വരുന്നത്. എന്നിട്ട് അതിലേക്ക് ഗ്ലൂ സ്റ്റിക്ക് വെച്ച് നമ്മളിങ്ങനെ ജസ്റ്റ് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ചൂടുണ്ടാവും ഗ്ലൂ സ്റ്റിക്കിന്. അതുകൊണ്ട് കയ്യിലാവരുത്, കയ്യിലാവാണ്ട് ശ്രദ്ധിക്കണം, കയ്യിലായാൽ പൊള്ളും. പിന്നെ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ആ കാർഡ്ബോർഡ് അതിൻ്റെ മുകളിൽ വെച്ച് കവർ ചെയ്യുക. ഇങ്ങനെ കവർ ചെയ്യുക. എന്നിട്ട് സൈഡ് ഭാഗങ്ങൾ വേണമെങ്കിൽ നമുക്ക് കാണുന്ന ഭാഗങ്ങൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ടൊന്ന് വട്ടത്തിൽ ഒട്ടിച്ചെടുക്കാം. എന്നാൽ ആ സൈഡിലും വിസിബിലിറ്റി ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പ്രൊജക്റ്റിൽ എന്തെല്ലാമാണ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ കുറച്ചുകൂടി നമുക്ക് കാണാത്ത രീതിയിൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ തൈര് എടുക്കുകയാണ്. തൈരും മുട്ടയാണ് നമ്മൾ എടുക്കാറ്. ഇപ്പോൾ ഇതിൽ ഞാൻ തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തൈര് എടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൈര് കടയില്ല, വീട്ടിൽ തൈര് കടഞ്ഞ് മോര് ആക്കാൻ വേണ്ടി, ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡിൽ ഈ ബീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷം ആ സ്വിച്ച് ഞാനിപ്പോൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്വിച്ച് വഴി സ്വിച്ച് ഓൺ ആക്കുകയാണ്. അപ്പോൾ വർക്കിംഗ് ആണ്, നല്ല രീതിയിൽ വർക്കിംഗ് ഉണ്ട്. വർക്കിംഗ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് കാണാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. നമുക്ക് മിക്സർ ഗ്രൈൻഡർ എങ്ങനെയാണ് വർക്കിംഗ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്രൊജക്റ്റാണ്. വേറെ അത്ര ഹാർഡായിട്ടുള്ള ഒന്നുമില്ല. ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാവും, നന്നായിട്ട് ഈസി ആയിട്ട് അതിൽ മനസ്സിലാവുന്നുണ്ട് ഇതെങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ പല സ്കൂളുകളിലും പ്രൊജക്റ്റുകൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ട് പ്രോജക്ട്സ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ